നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോലും കേട്ടോ, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 4000 വേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. കാരണം എന്ത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ഒരു 500 ഫോളോവേഴ്സ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനും അതിലൂടെ ഏൺ ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള കുറെ ട്രിക്കുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. നമുക്കറിയാം ഇന്ന് ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതിൽ ജെനുവിൻ ആയിട്ടുള്ളത് ഏതാണ് അല്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും. എന്നാൽ ഇന്ന് നമ്മൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇന്ത്യ മാർട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇന്ത്യ മാർട്ടിനെ കുറിച്ച് പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹോൾസെയിലായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് ഈ ഇന്ത്യ മാർട്ട് എന്ന് പറയുന്നത്. അതേ ഇന്ത്യ മാർട്ടിന്റെ ആണ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം. വളരെ ഈസി ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിൽ ഒരു 10,000 15,000 നിങ്ങൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിന്റെ ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യ മാർട്ട് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐഡീസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് ഇമെയിൽ ഐഡി ഉപയോഗിച്ചാണോ നിങ്ങൾ ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇമെയിൽ ഐഡി നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെയും കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു നെയിം ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ യഥാർത്ഥ പേര് എന്താണോ അത് തന്നെ ഇവിടെ കൊടുക്കുക. ഞാനിവിടെ എന്റെ പേര് കൊടുത്തു. അതിനുശേഷം താഴെയായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കണം. വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെയോ ഇൻസ്റ്റാഗ്രാമിന്റെയോ ഫേസ്ബുക്കിന്റെയോ ഹാൻഡിൽ നെയിം കൊടുക്കണം. നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബിന്റെ ഏത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ എന്റെ യൂട്യൂബ് ലിങ്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൽ അഫിലിയേറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ഈ ലിങ്ക് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. അതിനുശേഷം ഇവിടെ നിന്ന് എന്താണോ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ ടേബിൾ എഴുതിയിട്ട് ക്രിയേറ്റ് എ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ വ്യൂ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ 3-4 ലിങ്കുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്ത് അതിലേക്ക് ക്ലിക്ക് കൊണ്ടുവരണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് യുണീക്കായിട്ട് ഇതിൽ എത്ര ക്ലിക്ക് വരുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ ഏണിങ്സ് കിട്ടുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഈ ലിങ്കുകൾ ഷെയർ ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഈ രീതിയിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതേപോലെ അത് ഓപ്പൺ ആയിട്ട് വരും. ആളുകൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തതാണ് ഈ ഒരു ലിങ്ക്. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്കിൽ നിന്ന് ആളുകൾ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നവർ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരാൾ നമ്മുടെ ലിങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 രൂപ 50 പൈസ ഒരു ക്ലിക്കിന് ലഭിക്കും. അതായത് ഒരാൾ തന്നെ 9 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ 100 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 രൂപ 50 പൈസ കിട്ടത്തില്ല. യുണീക്ക് ആയിട്ടുള്ള ഓരോ ക്ലിക്കിനും 2 രൂപ 50 പൈസ വെച്ച് നമ്മുടെ ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റിലേക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഈ ഒരു ഇന്ത്യ മാർട്ട് അഫിലിയേറ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് നമുക്ക് ജസ്റ്റ് ലിങ്കുകൾ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഈ ലിങ്കുകൾ ഷെയർ ചെയ്യേണ്ടതെന്ന് പറയാം. ഒന്ന്, നിങ്ങൾക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് മാക്സിമം ഇങ്ങനെയുള്ള ലിങ്കുകൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളിൽ ആളുകൾ ക്ലിക്ക് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതല്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്കുകൾ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്ലിക്ക് നിങ്ങളുടെ ആ ഒരു ലിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ സെയിം തന്നെയാണ്. ബയോയിൽ ഈ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബയോയിലേക്ക് നിങ്ങൾക്ക് ആളുകളെ റീഡയറക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടെയും ഈ ലിങ്കിൽ ക്ലിക്ക് വരും. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടല്ലോ, ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നിങ്ങൾക്ക് ഈ ലിങ്കുകൾ ഷെയർ ചെയ്യാനും അതിലൂടെയും ക്ലിക്ക് ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പം മാക്സിമം നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഏണിങ്സ്
ഏണിങ്സ് ഉണ്ടാക്കാനാണ് സാധിക്കുന്നത്. ഇനി ഇവിടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് റിപ്പോർട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ എത്ര പേര് വന്നു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പെർഫോമൻസ് സെക്ഷനിൽ കാണാൻ പറ്റും. എനിക്കിവിടെ പെർഫോമൻസ് റിപ്പോർട്ട് ഇല്ലാത്തത് ഇതിപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുക. അതായത് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണോ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ ഇമെയിൽ ഐ ഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അഫിലിയേറ്റ് ഇന്ത്യ മാർട്ടിന്റെ ഒരു മെയിൽ ഇതേപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിലടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്കിനി ചെയ്യേണ്ടത് KYC സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. KYC ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു അഫിലിയേറ്റ് ഏണിങ്സ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ KYC ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് വീണ്ടും പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ KYC എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് KYC ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ചാനൽ ലിങ്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് പാൻ കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു സ്വന്തം ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് അപ്ലോഡ് ബാങ്ക് പാസ്ബുക്ക് ഓർ ക്യാൻസൽഡ് ചെക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ചോദിച്ച ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹാവ് യു സബ്സ്ക്രൈബ്ഡ് അവർ ചാനൽ ഫോർ ഫർദർ അപ്ഡേറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് എന്ന് കൊടുക്കുകയാണ്. യെസ് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ടു സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യും. സബ്മിഷൻ സക്സസ്ഫുൾ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് ടീം ഇത് സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്ത് നമ്മൾ കൊടുത്ത KYC ഡോക്യുമെന്റ്സ്. അതിനുശേഷം KYC സക്സസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു എഗ്രിമെന്റ് ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റിൽ നിന്നുള്ള ഏണിങ്സ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എഗ്രിമെന്റ് സൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു 7 ഡേയ്സിനുള്ളിൽ നമുക്ക് പേയ്മെന്റ് റിലീസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ KYC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് KYC പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകത്തില്ല. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സമയം വെറുതെ കളയുന്ന ഒരു രീതിയിലായി പോകും കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. KYC പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് നമുക്ക് മെയിൽ വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഈ ടൈമിനുള്ളിൽ നമ്മൾ 25 യുണീക്ക് ക്ലിക്ക് നമ്മുടെ ലിങ്കിൽ കൊണ്ടുവരണം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്കിലൂടെ 25 പേരെങ്കിലും ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ KYC പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള പേപ്പർ ലഭിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ 500 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 500-ൽ കൂടുതൽ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സും കുറെ അധികം നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു 150 പേർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു, അതിൽ 100 പേര് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ നിങ്ങൾക്ക് 250 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രയും യൂണീക്ക് ആയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് നിങ്ങൾക്ക് കിട്ടുന്നു അതിനനുസരിച്ച് ഇതിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ നിങ്ങൾ ഇതിൽ ലിങ്കുകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് ലിങ്ക് ഏത് രീതിയിലാണ് നമുക്ക് ഓപ്പൺ ആക്കി കാണാൻ സാധിക്കുന്നത് അതിന്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യ മാർട്ടിന്റെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മാർട്ടിനെ കുറിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എന്ന് പറയാം ഈ ഇന്ത്യ മാർട്ടിന്. അപ്പം ഇന്ത്യ മാർട്ടിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്ത് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് ഒരു KYC ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കാതെ ടെലഗ്രാം ചാനലിലോടൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റുകളിലൂടെയും അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമ്മുടെ 1000 ലൈക്കിന്റെ ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.